പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അയാളെയും അയാളുടെ കുടുംബത്തെ അല്ലാതെ കൊണ്ട് ഈ ഭൂമിയിൽ ആരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നന്ദികേടെന്ന് പറയുന്നത്. ഇന്ന് പിണറായി വിജയൻ്റെ മകൾ അറസ്റ്റിൻ്റെ വക്കീലാണ്. കാരണം രണ്ട് കാര്യങ്ങൾ. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ മാന്യനായ, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ആ വ്യക്തിയോട് ചെയ്തത് എല്ലാവരുമായിട്ട് നല്ല ഡിപ്ലോമസിയിൽ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് ചെയ്തോളും ക്രൂരത ഈ പിണറായി വിജയൻ ഇനി ആരോടും ചെയ്യാനില്ല, ചെയ്യത്തുമില്ല. ഇതിനൊരു മറുപടി കാലം അതിലേക്ക് കൊടുക്കും. അത് അമേരിക്കയിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. എം വി ഗോവിന്ദൻ്റെ മകൻ അതായത് ഈ പറയുന്ന മകൻ്റെ ഭാര്യ US പതിവായിട്ട് യാത്ര ചെയ്യുന്നു. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ എം സ്വരാജും ഭാര്യയോടൊപ്പം ന്യൂയോർക്കിലുണ്ടായിരുന്നു. അതെനിക്ക് വ്യക്തമായിട്ടറിയാം. സംശയമുണ്ടെങ്കിൽ എം സ്വരാജ് നിഷേധിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കി. അത് രഹസ്യയാത്രയായിരുന്നു. ഈ കച്ചവടത്തിൻ്റെ പിന്നിൽ ഒരു അട്ടിമറിയുണ്ട്, സാമ്പത്തിക തട്ടിപ്പുണ്ട്. ഈ കച്ചവടം ചെയ്തത് 3-4 കോടി രൂപ CPMൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ മാസപ്പടി കേസ്, CMR എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് വരുന്നത്. അന്ന് BJP കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര BJP ആണ് ഇവരെ സംരക്ഷിക്കുന്നതെന്നുള്ളൊരു തോന്നൽ ജനങ്ങളിലുണ്ടായിരുന്നു. അത് ഞാനും വിശ്വസിക്കുന്നു, ഒരു പരിധിവരെ അത് യാഥാർത്ഥ്യമാണെന്ന്. പക്ഷേ ഇപ്പോൾ മാറി വന്നിരിക്കുന്നു. ഇപ്പോഴും പക്ഷേ അന്വേഷണം അറസ്റ്റിലേക്കോ മറ്റ് നടപടികളിലേക്കോ പോകുന്നില്ല. BJPക്ക് അങ്ങനെ ഒരു മുമ്പ് അങ്ങനെ ഒരു ഇൻവോൾവ് ഉണ്ടായിരുന്നോ? അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. CPM എസ്പെഷ്യലി പിണറായി വിജയനും BJPയും ആയിട്ടൊരു അന്തർധാരയുണ്ടെന്നുള്ളൊരു വെറും തെറ്റായ കാര്യമാണ്. അത് പറയാൻ കാരണം ഞാനും അത് സംശയിച്ച ഒരാളാണ് ഒരു കാലത്ത്. അത് പറയാൻ കാരണം വെച്ചാൽ ഈ വീണ വിജയൻ്റെ ഇഷ്യൂ കേരളത്തിൽ ശരിക്കും എറൈസ് ചെയ്തത് മാധ്യമങ്ങളാണ്. അതിനുശേഷം SFIയിലൂടെ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് ഷോൺ ജോർജാണ്. SFIO ഷോണിനെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയറിങ്ങാണ് ഇത് പുറത്തു വരാൻ കാരണം. അങ്ങനെ SFIO ഇതിൻ്റെ അന്വേഷണങ്ങളിലേക്ക് പോയി. ഈ ഇൻകം ടാക്സ് ഈ വെറുതെ കിട്ടിയ പൈസയെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചിരുന്നതിന് മുമ്പ് വീണയോട് അന്ന് അവർക്ക് കൊടുത്ത മറുപടിയിൽ ഈ എന്തിനാ സേവനം നടത്തിയെന്നവർക്ക് പറയാൻ പറ്റിയില്ല. കാരണം സേവനം ഇല്ലാതെ അതെ നോക്കൂലി വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു ചോദ്യം റൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുന്നൊരു പണത്തിന് അത് തന്നെ അവരുമായിട്ട് പരസ്പര ധാരണ ഉണ്ടായിരുന്നു പറയുന്നു. പക്ഷെ ഒന്നും സേവനം ചെയ്തിട്ടില്ല, സംഭവിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്തേ ഉള്ളൂ. ഇപ്പം ഞാനൊരു 10 കോടി രൂപ കട്ടു എവിടുന്നേലും ഒരു ബാങ്ക് കൊണ്ടിട്ടിട്ട് ഇൻകം ടാക്സ് കൊടുത്താൽ എൻ്റെ പണം മോഷണമല്ലാതാവുമോ? ഒരിക്കലും അല്ല. അതിനല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് മണി ലോണ്ടറിങ്ങാണ്. ദാറ്റ് മീൻസ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി. അത് സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമാണ്. ഇതിൻ്റെ അവസാനത്തെ ഉത്തരവാദ അവിടെ ആണ് പിണറായി വിജയൻ മകളെ സംരക്ഷിക്കാൻ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്നുള്ളവർ ചോദിക്കുന്നത് അല്ല. കാരണം പക്ഷെ എന്തുകൊണ്ട് അന്ന് അത് ഞാൻ തെളിയിക്കാം. ചോദിച്ചോ? അല്ല, അന്ന് സ്വാഭാവികമായിട്ടും മറ്റ് അതായത് ഡൽഹിയിലൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിമാർ ജയിലിലായി. പല മറ്റ് മദ്യ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ അറസ്റ്റിലായി. അങ്ങനെ തമിഴ്നാട്ടിൽ അതുപോലെ വിഷയങ്ങളുണ്ടായി. പക്ഷേ കേരളത്തിൽ മാത്രം പിണറായി വിജയൻ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടായാൽ അവരെങ്ങനെ തെറ്റു പറയാൻ കഴിയും? സ്വാഭാവികമായിട്ട് തെറ്റു പറയാൻ പറ്റത്തില്ല. അത് ഒന്നാം തരം ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം വെച്ചാൽ പിണറായി വിജയൻ ഒന്നും തന്നെ ഇതിനകത്ത് പങ്കാളിയല്ല ഡയറക്റ്റായിട്ട്. മകളാ പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയാം. ആയിക്കോട്ടെ. ഈ കേസ് ഏതാണ്ട് 8-9 തവണ സ്റ്റേ വന്നു. EDക്ക് സ്റ്റേ വന്നു, SFIക്ക് സ്റ്റേ വന്നു. അത് താഴേക്കടലെ അല്ലെങ്കിൽ ഏറ്റവും അടിയിൽ നിന്നും മുകളിൽ സുപ്രീം കോടതി വരെ ഇതിന് സ്റ്റേ ആയിട്ട് പോയി. അങ്ങനെ കുറേ ഇത് നിയമത്തിൻ്റെ നൂലാമാലകൾ ഇത് സഞ്ചരിച്ച് ഇവരതിനുവേണ്ടി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു. കോടിക്കണക്കിന് രൂപ പ്രതിഫലം കൊടുക്കേണ്ട വക്കീലന്മാരെയൊക്കെ ഇതിനകത്ത് ഇറക്കി. ഒടുവിൽ ഹൈക്കോടതി EDക്ക് അന്വേഷിക്കാനുള്ള സാങ്ഷൻ കൊടുത്തു. അതിൻ്റെ പിറ്റേന്ന് തന്നെ അവർ റെയ്ഡ് ചെയ്തു. ഓർക്കണം, ഇന്ന് പിണറായി വിജയൻ്റെ മകൾ അറസ്റ്റിൻ്റെ വക്കീലാണ്. കാരണം രണ്ട് കാര്യങ്ങൾ. മറ്റേ CPM ആക്രമണം നടത്തിയതൊക്കെ അത് കേന്ദ്ര ഏജൻസിയെ കൊല്ലാൻ ശ്രമിച്ചതൊക്കെ അത് വേറെ കേസ്. ഒരു 4-5 വർഷത്തേക്ക് അവർക്ക് ജാമ്യം പോലും കിട്ടത്തില്ല. ഇന്നലെയും തള്ളി. അത് സത്യമാണ്. അത് ഇവർ ഈ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാവപ്പെട്ട 5 നയാ പൈസ വരുമാനമില്ലാത്ത വീട്ടിൽ കുഞ്ഞുങ്ങളും പട്ടിണിയും പരിപാടിയിട്ടിരിക്കുന്ന ഈ പാവപ്പെട്ട സഹാക്കൾ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്നത്. ഇവന്മാരിൽ മുതിർന്ന നേതാക്കന്മാർ ഒറ്റയാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ അവരെ. പിന്നെ നമ്മുടെ എം സ്വരാജ് വീണ്ടും ആഹ്വാനങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുക. എം സ്വരാജ് ജീവിതത്തിൽ ഒരു സമരം നടത്തിയിട്ടില്ല നേരിട്ട്. ശ്രദ്ധിച്ചുണ്ടോ? ഷട്ടലിൽ വെള്ളം പോയിട്ടില്ല. താത്വികനായിട്ട് അയാളിങ്ങനെ വരസി ഈ പാവപ്പെട്ട സഹാക്കളുടെ ജീവൻ തുലയ്ക്കുക. ഇതാണ് അതിൻ്റെ വസ്തുത. എനിക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. അതേസമയം ഈ EDയുടെ ഈ മണി ലോണ്ടറിങ്ങിന് വിശദീകരണം കൊടുത്തില്ല എങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക പിന്നെ എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ റൂൾ അനുസരിച്ച് ഇവർക്കിനി ജയിലിലേക്ക് പോയിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നിയമം അതാണ്. അപ്പോൾ
സകല രീതിയിലുള്ള ലൂപ്പ് ഹോൾസ് അടച്ചിട്ടാണ്. കാരണം ഈ 2-2.5 വർഷക്കാലം കോടതിയുടെ സഹായത്താൽ, കോടതി സഹായം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല, കോടതിക്ക് അത് കൊടുക്കുന്നത് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോഴും എല്ലാം ഓപ്പൺ ആയപ്പോൾ ഇന്നലെ അവരുടെ വീട്ടിൽ പിണറായിയിലെ ഭൂസ്വത്ത് ചെക്ക് ചെയ്യാൻ DD എന്നൊരു ഒറ്റ മനുഷ്യൻ പോലും അവിടെ പോയി ചെന്നില്ല. തടയാൻ ആളില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി പിണറായി വിജയൻ്റെ മകള് ഫ്രോഡൻസ് ചെയ്തതിൻ്റെ പേരിൽ എന്തിനാണ് ഈ നാട്ടുകാർ വേളം വെക്കണം, അവർ പാർട്ടി മെമ്പർ പോലും ഇല്ല. അതെ, ഈ പിണറായി വിജയനാണെന്ന് പറഞ്ഞത് നമുക്ക് ഒന്നിച്ചിറങ്ങാം. പിണറായി വിജയൻ വേറൊരു വാക്കോടെ പറഞ്ഞു, മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. നിങ്ങളോടെല്ലാം ചോദിച്ചോ, ഈടി ചോദിച്ചു, ഇല്ല എന്നോടൊന്നും ചോദിച്ചായിട്ട് കണ്ടില്ല. അപ്പോൾ അദ്ദേഹം ഇതിൽ പിന്നെ എന്തിനാണ് ഈ മുമ്പിലിരുന്ന് ഈ 100-100 പേരെ കൊണ്ട് ഈ വേളം ഉണ്ടാക്കിച്ചത്? അല്ല, ഇവിടെയാണ് വേറൊരു ചോദ്യം കൂടി വരുന്നത്. അതായത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട ഇത് സമാനമായിട്ടുള്ളൊരു കേസ് ഉണ്ടാകുന്നതും അറസ്റ്റിലാകുന്നതുമൊക്കെ. അന്ന് താങ്കൾ ഉൾപ്പെടെ ഉള്ളവർ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അത് പാർട്ടിയിൽ ഇത് ചർച്ചയായോ? എന്തുകൊണ്ട് അന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അവരുടെ കാര്യം അവരുടെ കുടുംബം നോക്കിക്കോളും എന്ന് പറഞ്ഞ് കൈകഴുകുകയും കോടിയേരിക്ക് സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പാർട്ടിയിൽ ആ വിഷയം ചർച്ചയായിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ചാനലിൽ യുദ്ധം ചെയ്യാൻ ഞാൻ ഒറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് കുറച്ച് സഹയാത്രികർ വേറെ വന്നിരിക്കും. ഞാൻ ഒരാളാണ് 3-4 ഇത് ചർച്ച ചെയ്തത്. സത്യം കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ മാന്യനായ, എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. ആ വ്യക്തിയോട് ചെയ്തത് എല്ലാവരുമായിട്ട് നല്ല ഡിപ്ലോമസിയിൽ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് ചെയ്തോളും ക്രൂരത ഈ പിണറായി വിജയൻ ഇനി ആരോടും ചെയ്യാനില്ല, ചെയ്യത്തുമില്ല. ഇതിനൊരു മറുപടി കാലം അതിലേക്ക് കൊടുക്കും. കാരണം ഈ വിഷയം വന്നപ്പോഴും തന്നെ പിണറായി വിജയൻ പറഞ്ഞു അവനൊരു സ്വതന്ത്ര വ്യക്തിത്വ, എൻ്റെ പേരിൽ ഒരു സഹായം ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് രാജിവെക്കുക. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞൊരു ക്രൂരതയുണ്ട്. സുമേഷ് പറഞ്ഞതിനോട് ഒരു സെൻറ്റൻസ് ആഡ് ചെയ്യണം. ഇങ്ങനെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അവരെ കിട്ടാതെ അവരൊന്ന് അറസ്റ്റ് ചെയ്യുന്ന ചോദിച്ചു, അങ്ങനെ ഒരു വാക്ക് ചോദിച്ചു. തീർച്ചയായും അത് ഞാൻ ഓർക്കുന്നു. അതോട് കൊടും ക്രൂരത. അതായത് കോടിയേരി ബാലകൃഷ്ണനോട് 1% പോലും നീതി കാണിക്കാതെ ഉണ്ടായ മക്കളെ ജയിലിലിടാൻ, മക്കൾ തെറ്റുകാരാണെന്നുള്ള വേറെ വസ്തുത. അന്ന് ഒരു പിന്തുണയും കൊടുത്തില്ല പിണറായി വിജയൻ. ആ സമയം ഇയാളുടെ മകളുടെ കാര്യം അതെന്തുകൊണ്ടായിരുന്നു? കാരണം കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളുടേതാണ്, ഒരു നാട്ടുകാരാണ് എന്ന് മാത്രമല്ല. പിണറായി വിജയൻ, ഞാൻ ഇവിടെ വായിച്ചറിഞ്ഞിട്ടുള്ളത്, പിണറായി വിജയൻ മർദ്ദനമേറ്റ് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ പരിചരിക്കാനായി പാർട്ടി ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായ കോടിയേരിയാണ് ഉണ്ടായിരുന്നത്. അപ്പം അന്ന് മുതൽ അവർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അങ്ങനെ ഒരു സമയത്ത് തള്ളി പറഞ്ഞു? അപ്പോഴും ഇവർ തമ്മിൽ ഒരു വാക്ക് തർക്കമോ ഇവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയുള്ളതായിട്ട് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. സുമേഷ്, അതാണ് പിണറായി വിജയൻ്റെ വ്യക്തിത്വം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചേ, കോടിയേരി ബാലകൃഷ്ണൻ രണ്ടാമത് വീണ്ടും സെക്രട്ടറി ആയല്ലോ. കുറേ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്, സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ. EK നായനാരുടെ ഡെഡ് ബോഡി തിരുവനന്തപുരത്ത് നിന്ന്, ഞാൻ ആ കാലത്തൊക്കെ US കണ്ണൂർ വരെ പ്രദർശനമായിട്ട് കൊണ്ടുപോയി. ആയിരക്കണക്കിന് ആളുകൾ ആ മൃതദേഹത്തിൽ ഇത് ഇപ്പം കൊടിയേരിക്ക് ശേഷമാണെങ്കിലും BS കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, ജനം അങ്ങനെ ആയതുകൊണ്ട്. അല്ലെങ്കിൽ BS കൊണ്ട് അടക്കിയത്. EMS ഈ MMAയുടെ നേതൃത്വത്തിൽ മണിക്കൂർ കൊണ്ടുകൊണ്ട് ശവടക്കില്ലേ. കോടിയേരി ബാലകൃഷ്ണനെ തിരുവനന്തപുരത്ത് AK സെൻറ്ററിൽ കൊണ്ടുവന്ന് കോടിയേരിയെ സ്നേഹിക്കാത്തവരുമായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരു ആദരം അർപ്പിക്കത്തക്ക സാഹചര്യം ഒരുക്കാതെ കൊണ്ട് നേരെ തലശ്ശേരിക്ക് എയർ ആംബുലൻസ് കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാത്രിയിൽ പിണറായി വിജയൻ സഹിതമുള്ളവരുടെ നേതൃത്വത്തിൽ പയ്യാമ്പലത്തോടെ ശവടക്കുക. അന്ന് രാത്രി ഈ ശവടക്ക് കഴിഞ്ഞ അനുശോചന സമ്മേളനത്തിന് പോലും പങ്കെടുത്തിട്ട് ഒരു മിനിറ്റ് പോലും താമസിക്കാതെ അന്ന് രാത്രി തന്നെ വിദേശത്തേക്ക് പോവാണ്. പുള്ളി നോർവേ ഹോട്ടലിലേക്കുള്ള യാത്ര പോയത്. പുലർച്ചെ 3 മണി തിരുവനന്തപുരത്ത് നിന്ന് വന്ന് പോയാൽ 2 ദിവസം താമസിക്കും. ഈ യാത്ര മുടക്കും. പിണറായി വിജയൻ ആ മനുഷ്യനോടുള്ള, പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ അയാളെയും അയാളുടെ കുടുംബത്തെ അല്ലാതെ കൊണ്ട് ഈ ഭൂമിയിൽ ആരെയും സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നന്ദികേടെന്ന് പറയുന്നത്. ഇതിലപ്പുറം തന്നെ അതിനെക്കുറിച്ച് പറയാം. അതാ പിണറായി വിജയന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ്, ജീവിക്കുന്ന വ്യക്തിയാണ്. മക്കൾക്കും ഈ നമ്മുടെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഒളിക്യാമറകൾ പറയാത്തതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വീണയ്ക്ക് അഡ്മിഷൻ വാങ്ങാൻ പോകുമ്പോൾ പോലും 3 ബർത്ത് മാത്രമാണ് ബുക്ക് ചെയ്തത്. ഈ വയസ്സായ മനുഷ്യൻ പോലും നിന്ന് യാത്ര ചെയ്യേണ്ടി ഒരു ഇതിനെക്കുറിച്ച് വേറെന്ന് പറയാം. പിണറായി വിജയൻ പറയുന്ന പ്രവൃത്തിയും കുടുംബത്തോട് കാണിക്കുന്ന സ്നേഹവും തമ്മിലുള്ള വലിയ രീതിയിലുള്ള അന്തരം പറയാം. ഈ വീണയെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോയമ്പത്തൂർ അഡ്മിഷൻ നടക്കുമ്പോൾ കേരളത്തിലെ DYFI, SFIയും CPM വലിയൊരു സ്വാശ്രയ കോളേജുകൾക്കെതിരെ. പക്ഷേ പിണറായി വിജയൻ മകളെ സെക്യൂറാക്കി. മകൻ വിദേശത്ത് പഠിച്ചു. ആ മകൻ ഇന്ന് അബുദാബിയിൽ ഒരു വലിയൊരു ഇൻ്റർനാഷണൽ ബാങ്കിൽ എംപ്ലോയിയാണ്. ആ മകൻ്റെ പേരിൽ പോലും ഒരുപക്ഷെ അന്വേഷണം നീളാനുള്ള സാധ്യത കൂടുതലാണ്. അമേരിക്കയിൽ പോലും ഇപ്പം 2018 ഫിലാഡൽഫിയയിൽ നടന്ന ഫൊക്കാന സമ്മേളനം
ത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തു. സത്യത്തിൽ അതിൽ ഏറ്റവും വലിയ റോളുണ്ടായിരുന്നു എനിക്കാണ്. അവർ എന്നോട് വിളിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രിയെ 2016 പുള്ളി മുഖ്യമന്ത്രിയായിരുന്നേ, അവരോട് വരാൻ പറഞ്ഞു. അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ പിണറായിയുടെ ഓഫീസിൽ പറഞ്ഞു, പോയേ പറ്റൂ ചേട്ടൻ, മലയാളികളുടെ സംഘടനയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി വരുന്നത്. അവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഈ വരവിൽ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ ന്യൂയോർക്ക് തങ്ങി. ഈ മനുഷ്യൻ ഒറ്റയ്ക്കാണ് ബാൾട്ടിമോർ കഴിഞ്ഞ് ശൈലജ ടീച്ചറുമായിട്ട് ഫിലാഡൽഫിയയിലേക്ക് വരുന്നത്, ലാസ്റ്റ് ഡേ വരുന്നത്, എൻ്റെ തലേദിവസം വരുന്നത്. അന്നൊന്നും നമുക്ക് യാതൊരു സംശയമില്ലായിരുന്നു. എന്തിനാണ് ഈ കൂടെ വരാതിരുന്നത്, ഭാര്യയും മകളും ഫിലാഡൽഫിയക്ക് വരാതിരുന്നത്. ഇന്ന് പലതും പുറത്തു വരുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ സംശയിക്കും. ഞാൻ ഈ സ്വപ്ന സുരേഷുമായിട്ട് സംസാരിച്ച അവർ പറഞ്ഞതാണ് US ഒരു നല്ല രീതിയിലുള്ള തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അതിൽ വാസ്തവമുണ്ടോ? എനിക്കതിനെക്കുറിച്ചൊന്നും പറയാം, അറിയാത്തൊരു കാര്യത്തെ. അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ പറയുന്നതും ഏകദേശം കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതെനിക്കറിയാവുന്ന കാര്യം. പലപ്പോഴും അമേരിക്കൻ യാത്ര, അതായത് 2018 അദ്ദേഹം മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്നു. അതിനുശേഷം തിരികെ മടങ്ങി വന്ന് 13 ദിവസങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ്. അവിടെ 13 ദിവസങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം. അതിനുശേഷം അദ്ദേഹം മടങ്ങി വന്നിട്ട് പറഞ്ഞത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു പരിശോധനയ്ക്കായി പോകേണ്ടി വരും. പക്ഷേ പിന്നീട് ഇതുവരെ പരിശോധനയ്ക്ക് പോയിട്ടില്ല. 2020 കൊറോണ വന്നു. പിന്നീട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളുമൊക്കെ കേരളത്തിലോ അന്യ സംസ്ഥാനങ്ങളിലോ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സയ്ക്കായി പോയതായി നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം ദുരൂഹതകൾ നിറഞ്ഞതാണ്. എൻ്റെ തെളിവില്ലാത്തതുകൊണ്ട്, എനിക്ക് ചിലതൊക്കെ അറിയാമെങ്കിലും തെളിവില്ലാത്തതുകൊണ്ട് ഞാനൊരു ആരോപണം പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അതുപോലെ തന്നെ ഈ MB ഗോവിന്ദൻ്റെ മകൻ അദ്ദേഹം അടിക്കടി വിദേശയാത്ര, പ്രത്യേകിച്ചും ന്യൂയോർക്കുമായി ബന്ധപ്പെട്ട് യാത്രകൾ നടത്തുന്നുണ്ട് എന്നൊരു ഒന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് അങ്ങനെ അറിയാമോ? അബ്സല്യൂട്ട്ലി റൈറ്റ്. കാരണം അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ 1-2 സുഹൃത്തുക്കളായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. MB ഗോവിന്ദൻ്റെ മകൻ. അതായത് ഈ പറയുന്ന മകൻ്റെ ഭാര്യ US പതിവായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ MB ഗോവിന്ദൻ ഇവിടെ അമേരിക്കയ്ക്കെതിരെയും സാമ്രാജ്യ ശക്തി, മുതലാളി ശക്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയെ തെമ്മാടി രാജ്യം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്യും. സ്വരാജിൻ്റെ കഥ കേൾക്കണോ? ഇപ്പോഴത്തെ ആധുനിക താത്വിക അവലോകനം നടത്തുന്നത് അദ്ദേഹമാണല്ലോ. നാവെടുത്താൽ അമേരിക്കയെ 10 തെറി പറയാതെ അയാളുടെ പ്രസംഗത്തിൽ അവസാനിപ്പിക്കില്ല. അമേരിക്ക എന്ന മുതലാളി രാജ്യം എന്ന് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് അയാളുടെ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായി, അമേരിക്ക എന്ന തെമ്മാടി രാജ്യം പറയാൻ കാരണം വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മദുരയെയും ഭാര്യയെയും അമേരിക്ക പൊക്കിയെടുത്തുകൊണ്ട് ജയിലിലിട്ടു. ആ ജയിലിലിട്ടതിലൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ പോസ്റ്റ് വരുന്നു, അമേരിക്ക ഒരു തെമ്മാടി രാജ്യം വെനിസ്വേലയോട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. തെമ്മാടി രാജ്യം എന്നുള്ള ടൈറ്റിലായിരുന്നു. ഞാനിത് പല ചർച്ചയിലും പറഞ്ഞതാണ്. DYFI തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധം നടത്തുന്നു, അറിയാമല്ലോ. അതെ. പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ M സ്വരാജും ഭാര്യയോടൊപ്പം ന്യൂയോർക്കിലുണ്ടായിരുന്നു. അതെനിക്ക് വ്യക്തമായിട്ടറിയാം. സംശയം ഉണ്ടെങ്കിൽ M സ്വരാജ് നിഷേധിക്കട്ടെ, അല്ലെങ്കിൽ അയാളുടെ പാസ്പോർട്ട് നോക്കൂ. ഇനി അതും അല്ലെങ്കിൽ എമിഗ്രേഷൻ സൈറ്റിലേക്ക് കയറി നോക്കി അറിയാം, കൃത്യമായിട്ട് അറിയാം ആരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെന്നുള്ളത്. അതായത് സ്വരാജ് ഭാര്യയും മകനോടൊപ്പം ന്യൂയോർക്കിൽ. മകനില്ല, അയക്ക് മക്കളില്ലല്ലേ. എൻ്റെ സുഹൃത്തിൻ്റെ മകനും ഭാര്യയും ഇയാളുടെ ഭാര്യയും ഉള്ള. അപ്പോൾ അതെ, വിദേശത്ത് പോയിട്ട് വന്നതിന് ശേഷമാണ് അമേരിക്ക തെമ്മാടി രാജ്യം എന്ന് പറഞ്ഞ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതാണ് കപടത എന്ന് പറയുന്നത്. അതാണ്, ഇവരെല്ലാം കാപട്യത്തിൻ്റെ ആശാന്മാരാ. ഒന്ന് ആലോചിച്ച് നോക്കി. അത് രഹസ്യയാത്രയായിരുന്നു. ഈ സമയത്ത് നടന്ന് വേറൊരു വിഷയം അറിയാം. ഈ സമയത്താണ്, ഏതാണ്ട് ഇതിനോട് അടുത്ത ദിവസങ്ങളാണ്, കേരളത്തിലൊരു വലിയ വാർത്ത വന്നു. കേരളത്തിലെ 11 വമ്പൻ സ്വകാര്യ ആശുപത്രികൾ അമേരിക്ക ബേസ്ഡ് ആയിട്ട് ഒരു കമ്പനി വാങ്ങിച്ചു. അപ്പോൾ അത് പല വാർത്തയും വന്നു. അപ്പോൾ അത്ര നിക്ഷേപം വന്നു. 10-11 കോടി രൂപ, 11,000 കോടി രൂപയുടെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ ഈ ബേബി ബൂമറുകളുണ്ട്, നിംസോ അങ്ങനെയുള്ള ഇതൊക്കെ അവർ വാങ്ങിച്ചു. ശോഭാ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തി ഒരു ആരോപണം ഉന്നയിച്ചു. ഈ കച്ചവടത്തിൻ്റെ പിന്നിൽ ഒരു അട്ടിമറിയുണ്ട്, സാമ്പത്തിക തട്ടിപ്പുണ്ട്. ഈ കച്ചവടം ചെയ്തത് 3-4 കോടി രൂപ CPMൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്ന്, ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രൻ മാധ്യമ സമ്മേളനത്തിൽ, പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചു. ഇന്ന് വരെ അതിന് മറുപടി ഉണ്ടായിട്ടില്ല. അതായത് അത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വാസ്തവമാണെന്ന് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മറുപടി ഉണ്ട്. കേരളത്തിലെ ഈ പറയുന്ന പല മാധ്യമങ്ങളും അത് മൂടി വെച്ചു. പക്ഷേ പത്രസമ്മേളനം ലൈവായിരുന്നു. അത് പിന്നെ പല രീതിയിൽ അത് പുറത്തു വന്നിട്ടുണ്ട്. അതിന് മറുപടി ഇതിൽ പറഞ്ഞു. ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാൻ വൈകിപ്പോയി. അതായത് CPM, അതായത് കമ്മ്യൂണിസം
എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെ നിലനിന്നിട്ടുണ്ടോ അവിടെയൊക്കെ കമ്മ്യൂണിസം നശിച്ച് അവിടെ ഉള്ള ജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതായത് ജർമ്മനി ആകട്ടെ, ഫിൻലാൻഡ്, എവിടെയാ, റുമാനിയ ഒക്കെ. എന്തിന് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രിപുരയും പശ്ചിമ ബംഗാളും പോലും അങ്ങനെയാണ്. കേരളത്തിലും സമാനമായിട്ടുള്ള അവസ്ഥയുണ്ടായി. ഒരു വ്യത്യാസം ഉണ്ടായത് പശ്ചിമ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയും ജ്യോതി ബസുവും 33 വർഷങ്ങൾ തലകുത്തി നിന്നിട്ടാണ് 34 വർഷം തലകുത്തി നിന്നിട്ടാണ് കമ്മ്യൂണിസത്തെ തകർത്തതെങ്കിൽ പിണറായി വിജയനോട് ഒറ്റയ്ക്ക് 10 വർഷം തികച്ച് വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഈ കമ്മ്യൂണിസത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? കേരളത്തിൽ ഈ പാർട്ടിക്ക് യാതൊരു തരത്തിലും ഉയർത്തെഴുന്നേൽപ്പില്ല. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനവിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രണ്ടാമത്, കേരളത്തിൽ എന്തിനും സമരം നടത്തി. ഇനിയിപ്പോൾ സമരത്തിൻ്റെ കൊലാലങ്ങളാണ്. ഇപ്പോൾ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിൻ്റെ അന്ന് മുതൽ സമരമാണല്ലോ. കേന്ദ്ര സേനയെ വരെ ആക്രമിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. പക്ഷേ അതിൽ നാണം കെട്ടുപോയി. കേരളത്തിലെ ജനങ്ങൾ വേണ്ട വോട്ട് ചെയ്യാൻ. സുമേഷേ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ ബന്ധം ഇവിടെ ഒന്നും ആരെങ്കിലും വോട്ട് ചെയ്യുമോ? വോട്ട് ചെയ്യത്തില്ല. കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തു. നിങ്ങളെ ഇനി വേണ്ട, നിങ്ങളെ ഇനി വല്ല മ്യൂസിയത്തിലും പോയി. കേരളത്തിൽ നിങ്ങളുടെ ആവശ്യമില്ല. കേരളത്തിലെ ഒരു തലമുറയെ തന്നെ നശിപ്പിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനം. അതുകൊണ്ടാണ് കേരളത്തിലെ ചെറുപ്പക്കാരോട് രക്ഷപ്പെട്ട് വിദേശത്ത് പോണേ. ഞാൻ അത്യാവശ്യം വിദേശയാത്രകൾ നടത്തുന്ന ആളാണെന്ന് അറിയാമല്ലോ. അതെ. ഞാൻ കാനഡയിലും അമേരിക്കയിലും പല യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ച് നമ്മൾ മലയാളി കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതിൽ CPM നേതാക്കളുടെ മക്കൾ വരെയുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ല. അതുകൊണ്ട് അവിടെ പിള്ളേർ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ചെറിയ മുറികളിൽ 4-5 പിള്ളേരൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. അവരവിടെ പാർട്ട് ടൈം ജോലി എടുത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റും അവിടെ ഇല്ല. അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ടും കേരളം എന്തുകൊണ്ടിങ്ങനെ? കേരളം ഇവർ തകർക്കുമായിരുന്നു. കാരണം ഇവർക്ക് അടിമകളെ വേണം, പട്ടിണിയും പരിവട്ടമുള്ളവർക്ക് വേണം. ഒരുത്തൻ രക്ഷപ്പെട്ടാൽ പിന്നെ ഇവരോടൊപ്പം നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഇവർ നുണക്കഥകളായിട്ട് രക്ഷപ്പെടാനുള്ള ആ മാർഗം അടച്ചതിൻ്റെ തെളിവല്ലേ കേരളത്തിൽ നിന്ന് ഇത്ര ചെറുപ്പക്കാർ വെളിയിൽ പോയത്? അത് മാത്രമല്ല, തന്നെയുമല്ല, വേറെ അടുത്തേക്ക് പറഞ്ഞോട്ടെ, നാളുകളിൽ ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിൽ ഇവരുണ്ടാക്കിയിട്ടുണ്ടോ? ഇവർ അടച്ചു പൂട്ടിയിട്ട് വന്നു. അല്ല, 182 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 182 പൊതുമേഖലാ സ്ഥാപനം അടച്ചു കിടക്കുക. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളും പൂട്ടിച്ചിട്ടില്ല. ഇനി വേറെ നോക്കണം. 22,000 പേര് തൊഴിലെടുക്കുന്ന, ഡയറക്റ്റായിട്ട് തൊഴിലെടുക്കുന്ന കിറ്റക്സിൻ്റെ സ്ഥാപനം പൂട്ടിക്കാൻ 19 തവണ റെയ്ഡ് നടത്തിയ ആളാണ് ഈ പി രാജീവ്. 22,000 പേരിൽ ഒരു 18,000 പേരും മലയാളികളാണ്. അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താനായിട്ട് ഇത് പൂട്ടിക്കാനായിട്ട് നിരന്തരം ശ്രമിച്ച ആളാണ് പി രാജീവ്. അത് നമുക്ക് തന്നെ അറിയാമല്ലോ. അയാൾ 3,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് തെലങ്കാനയിൽ പോയി ഇപ്പോൾ സുന്ദരമായിട്ട് ആ പ്രവർത്തിക്കണം. ഒരു കാര്യം ആഡ് ചെയ്യാം, എനിക്ക് നേരിട്ടറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ന്യൂജേഴ്സിയിലെ അയാളെ ഗോഡൗൺ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. ഈ കിറ്റക്സിൻ്റെ സാബുൻ ജേക്കബിൻ്റെ അത് പുള്ളിലൂടെ പോയപ്പോഴല്ല, പോൾ കറുകപ്പള്ളി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തുണ്ട്, പൊക്കാനടാണ്. പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളി മരുന്ന് കഴിക്കാൻ എന്നെ കാണിച്ചു തന്നതാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ കെട്ടിപ്പടുത്തുമ്പോൾ നമുക്ക് അയാളുടെ രാഷ്ട്രീയം, അന്ന് ഞാൻ അയക്കെതിരായ രാഷ്ട്രീയക്കാരാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ ബഹുമാനം തോന്നി. ഒരു മലയാളി ഇത്രയും വളർന്നല്ലോ. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കിഡ്സ് വെയർ കിറ്റക്സിൻ്റെ. നിങ്ങൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഏത് മോളിൽ ചെന്നാലും കിറ്റക്സിൻ്റെ ഉൽപ്പന്നം ഉണ്ട് അവിടെ. നമുക്ക് അയാളുടെ രാഷ്ട്രീയം എന്തെങ്കിലും ആട്ടെ. അയാളെ പൂട്ടിക്കാൻ ശ്രമിച്ചിട്ട് അയാൾ ഇപ്പോൾ തെലങ്കാനയ്ക്ക് പോയി. അയാൾ ഇവിടുത്തെ എങ്ങോട്ട് പൂട്ടിയാൽ അയാൾക്ക് ചുക്കും സംഭവിക്കത്തില്ല. അല്ല, ഇവിടെ അന്ന് ഏകദേശം 2000-ഓളം പേർക്ക് എന്തോ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഈ 2000 പേർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ 4 പേരെ വെച്ച് കൂട്ടിയാൽ 8,000. അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും അണികൾ പാർട്ടിയിൽ കുറയും. അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ഇനി കേരളത്തിലെ ബുദ്ധിയുള്ള എന്തെങ്കിലും വിവരമുള്ള മനുഷ്യർ അംഗീകരിക്കുന്നത്? നെവർ കം ബാക്ക്. അതായത് ഈ ഊളംപാറയും കുതിരവട്ടവും പോലെയുള്ള മാനസികാശുപത്രിയിൽ കുറേ പേര് അടച്ചിട്ടിരിക്കുന്നു, ഇത് പുറത്താണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി ഒറ്റ ചോദ്യം കൂടെ ഞാനത് അവസാനിപ്പിക്കാം. ഞാൻ ഇപ്പോഴും ഓർത്തതാണ്. CPI അല്പം ഇത് ഒരു ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാന്യതയുള്ള കുറച്ച് ശാന്തശീലരായ, പേരുമായിട്ടല്ലാതെ സ്വഭാവത്തിൽ യാതൊരു സാമ്യവുമില്ലാത്തൊരു സ്ഥലമാണ് ഇവരുടെ മുന്നണിയിലുള്ളതാണ്. പക്ഷേ ഇത്രയും അടിയും തൊഴിയും നാണക്കേടും സഹിച്ച് എന്തിനാണ് ഇവരിതിൽ നിൽക്കുന്നത്? ഇവർക്ക് ഒന്നുകിൽ മുന്നണി മാറി മറ്റൊരു മുന്നണിയിലേക്ക് പോകാം. കാരണം അവരുടെ പ്രത്യയശാസ്ത്രം വ്യത്യസ്തമായിരിക്കാം. എങ്കിൽ പോലും എന്തിനാണ് നമ്മളിപ്പോൾ ഒരു അടിമയാണെങ്കിൽ പോലും നമ്മുടെ മുഖത്തേക്ക് നിരന്തരം ഈ യജമാനൻ കാർക്കിച്ച് തുപ്പുമ്പോൾ നമ്മൾ പ്രതികരിക്കും. പക്ഷെ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു എച്ചിൽ പോലെ. ഈ എച്ചിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മീഡിയേറ്ററെ കൂടുതലാണ് ഇത് ഇഴഞ്ഞു കയറിക്കൊണ്ടുവന്നത്. അല്ലെ ഇത്തിൽക്കണ്ണി എന്ന് പറയാം, കുറച്ചുകൂടെ കൂടുതൽ പറയാം. ഇത്തിൽക്കണ്ണി പിന്നെ ഗുണവശാല കൂടി ചെന്നിരിക്കുന്ന മരം വരെ നശിപ്പിക്കും. ഇത് ഉദരകേവം ബഹുകൃതം എന്ന് പറയുന്ന പോലെ ഇവർക്കിങ്ങനെ താത്വിക അവലോകനം നടത്തി
ഈ CPM അല്ലാത്തവരുടെയൊക്കെ സപ്പോർട്ടിൽ കുറേ MLA-മാരെ സൃഷ്ടിച്ച് കുറേ മന്ത്രിമാരെ സൃഷ്ടിക്കണമെന്നല്ലാതെ കൊണ്ട് ഈ പാർട്ടി നന്നായിട്ട് പോകണമെന്നോ ഈ വൃത്തികെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നിന്നും പുറത്തു പോകണമെന്ന് അവർക്ക് യാതൊരു ചിന്തയില്ല. എന്നാൽ അങ്ങനെയുള്ളവർ 1-2 പേരുണ്ടായിരുന്നു. നമ്മുടെ വെളിയം ഭാർഗവനെ പോലുള്ളവർ. ഇപ്പോഴും പ്രകാശ് ബാബു പക്ഷേ ആ പാർട്ടിക്ക് വിലയില്ല. അതെ, ആ പാർട്ടി വിലയില്ല. അല്ല, അദ്ദേഹത്തിനെ പാർട്ടി നിലപാടുണ്ട്. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കാതെ ബിനോയ് വിശ്വത്തിനെ പാർട്ടി സെക്രട്ടറി ആക്കാൻ പിണറായി വിജയൻ അന്ന് നല്ല രീതിയിൽ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ആളാരാ? ഈ താത്വികമായിട്ട് പറയുന്ന ബിനോയ് വിശ്വന്റെ മക്കൾ അവിടെ ജോലി ചെയ്യണമെന്ന് പഠിക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ അതിലേക്ക് പോട്ടെ. നമ്മൾ വ്യക്തിപരമായിട്ട് പറയുന്നത് യാതൊരു നട്ടലില്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അന്ന് പറയാൻ പറ്റായിരുന്നു. അതെ, അത് കാനും അങ്ങനെയായിരുന്നല്ലോ. കാന അതിലും ഇതായിരുന്നു. കാന എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. ഇവർക്ക് ഇതാണ്, നട്ടലില്ല. വാഴപ്പണ്ടി പോലും അവരുടെ ബൈക്കിലില്ല. ഇവരിപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ വേണം, അത് ശരിയായില്ല, അത് ശരിയാണ്. അങ്ങനെയാണ് അവർ അന്ന് പറയാൻ പറ്റായിരുന്നു. അതെ, പേടിച്ചിട്ട് നിൽക്കുക. എനിക്ക് തോന്നുന്നില്ല ഇനി അവർക്ക് വേറൊരു മുന്നണിയിൽ പ്രവേശനം കിട്ടുമെന്ന്. കാരണം ഇവർ വന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, മുന്നണിയിൽ പ്രവേശനം കിട്ടാതെ ഇതിൽ ഇങ്ങനെ ഒടുങ്ങിപ്പോയി തീരുവല്ലേ? ഇത് തീരും. ഇപ്പോൾ തന്നെ 6 MLA-മാരായിട്ട് ചുരുങ്ങി. അവർക്ക് ആരാ വോട്ട് ചെയ്യാനായിട്ട് അവരാളില്ല. അവരുടെ താഴെയുള്ള സഹാക്കന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഞങ്ങളാണ് വ്യത്യസ്തരെന്ന് പറഞ്ഞുകൊണ്ട് ജാട കളിച്ച് നടന്ന് പ്രസംഗിക്കുന്നില്ലാതെ കണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒറ്റ CPM-കാരനെ ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം എന്ന് വെച്ചാൽ ധാരണയാണ്. എന്നാൽ CPM-ന് മുമ്പ് ചെല്ലുമ്പോഴത്തേക്കും അണ്ടർവെയർ മൂത്രം ഒഴിക്കുന്ന പാർട്ടിയാണ്. യാതൊരു അഭിപ്രായം പോലും പറയാനുള്ള യോഗ്യത ആ പാർട്ടിക്കില്ല. അതൊരു എന്താ പറയുക, ഒരു ഗുഡ് ഫോർ നത്തിങ്. ആ ഇംഗ്ലീഷ് വാക്കായിരുന്നു ചെയ്യുന്നത്. അത്ര അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇത്രയേ ഉള്ളൂ. എനിക്ക് തന്നെ പല കാര്യങ്ങളും അറിയാം, അവരുടെ കാര്യങ്ങൾ. ശരി, എന്തായാലും സമയം ഒരുപാട് വൈകി. നമ്മൾ വിചാരിച്ച് വന്ന സബ്ജക്റ്റ് ഇതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല, ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും തൽക്കാലം ഇവിടെ നിർത്തുന്നു. കാരണം ഇലക്ഷന് മുമ്പ് നമ്മൾ വന്നിട്ട് കാര്യം ചർച്ച ചെയ്ത അതേ കാര്യം ഏകദേശം അതുപോലെ സംഭവിച്ചു, താങ്കൾ പറഞ്ഞതൊക്കെ. അപ്പോൾ താങ്കൾക്ക് എന്തുമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നതെന്ന് ഉള്ള കാര്യം നമുക്കപ്പോൾ ബോധ്യമായി. ഞാൻ BJP-യെ കുറിച്ചൊരു വാചകം പറഞ്ഞു. ഞാനിപ്പോൾ ആ പാർട്ടിയിലാണല്ലോ. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം ഞാൻ വളരെ ആലോചിച്ച് സുമേഷ് തീരുമാനമെടുത്ത ഒറ്റ സുപ്രഭാതത്തിൽ ഇത് അനൗൺസ് ചെയ്യുന്നുള്ളൂ. കുറേ നാളുകളുടെ തന്നെ രാജ്യത്തിൻ്റെ വികസനവും മോഡിയുടെ ആ ഒരു ഡയറിങ്ങും വിദേശ മലയാളികൾക്ക് ഇപ്പോൾ രാജ്യം കിട്ടുന്ന ബഹുമാനവും ഒരു അന്തസ്സും അതിന് മുമ്പും അതിന് പിന്നീടും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തിൻ്റെ ഉത്തരേന്ത്യയിലെ വളർച്ചകൾ കേരള സർക്കാരിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും നുണ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി അകറ്റുമായിരുന്നു. ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞു. ഈ 2024-25 സാമ്പത്തിക വർഷം 2 ലക്ഷം രൂപയാണ് കേരളത്തിന് കിട്ടിയത്. 2 ലക്ഷം ഒറ്റയടിക്കല്ല, 2 ലക്ഷം കോടി. 2 ലക്ഷം കോടി രൂപ. സോറി 2 ലക്ഷം കോടി ഒറ്റയടിക്കല്ല. ഒറ്റയടിക്ക് ആർക്കും തരാൻ പറ്റില്ലല്ലോ. അത് പല പദ്ധതികളോടായിട്ട് ഇവർ ഈ പറഞ്ഞ ലൈഫ് മിഷനിൽ പോലും 70% ഇൻവെസ്റ്റ് ചെയ്യുന്നവരാ? കേന്ദ്ര സർക്കാരാണ്. അത് MP രാജേഷ് കഴിഞ്ഞ നിയമസഭയിൽ ഇവിടെ ഭരണകാലത്ത് അത് തുറന്നു സമ്മതിച്ച നിയമസഭയിൽ. പക്ഷേ എല്ലാം എന്നിട്ട് സമ്മതിക്കാതെ കണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകൾ പോലും കൊണ്ടുവരാതെ കണ്ട് കേന്ദ്ര സർക്കാരിനെ നുണ പറഞ്ഞ് BJP-യെ കുറിച്ച് കള്ളം പറഞ്ഞ് ആണ് ഇവർ പിടിച്ചു തന്നെ. അത് കേരളത്തിൽ ആ സകല മൂട് പോയി അതങ്ങ് പൊളിഞ്ഞു. ഇപ്പോൾ BJP ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാണ്. നട്ടലുള്ള പ്രതിപക്ഷം ആ 3 പേരാ. ഇപ്പുറത്ത് എന്തായാലും മിണ്ടണമെന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ അപ്പുറത്തുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടോ? അതെ, വ്യക്തതയോടുകൂടിയും കേരളത്തിൽ നന്മ വരുന്ന എന്തിനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അവർ നമുക്ക് വിശദീകരിക്കുമ്പോൾ നമുക്കൊരു മറചോദ്യം ചോദിക്കേണ്ടി വരില്ല. ക്ലാരിറ്റി ഉണ്ട്. കാരണം അവരിൽ കള്ളത്തരയില്ല, ക്ലിയർ ആണ്. അവരിൽ കള്ളത്തരയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പാർട്ടി വന്നതിനെ കുറിച്ച് പൂഴ്ത്തി പറയുന്നതല്ല, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെ വന്ന ആളാണ്. രണ്ടാമത് ആ BJP ഇത് തമ്മിലുള്ള വ്യത്യാസം പറയാം. ബലം പിടിച്ച് മുമ്പിലിരിക്കുന്നവനെ പുച്ഛത്തോടെ കാണുന്ന തനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ മരമണ്ടന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ CPM. ഞാൻ തന്നെ അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വാക്ക് അനുഭവിക്കുന്നത്. നമ്മളെ കൊണ്ടൊന്ന് പോയി നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ BJP CPM നിങ്ങളെ ഇടിച്ചു താത്തും. ആ മുകളിൽ ഇരിക്കുന്ന ആ അക്ഷരവൈരികൾ അവർ കക്കണമല്ലോ, അവർക്കെല്ലാം ആനുകൂല്യങ്ങളും. എന്നാൽ BJP വന്നതിന് ശേഷം കഴിഞ്ഞ് കൃത്യം 6 മാസമായി ഞാൻ വന്നിട്ട് എൻ്റെ അനുഭവങ്ങൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സൗഹാർദ്ദം, ഒരു സഹോദര ബന്ധം, എനിക്ക് തരുന്ന അവസരങ്ങൾ, സത്യം പറയുകയാണെങ്കിൽ സുമേഷ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുക. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതല്ല. എവിടെയെങ്കിലും എന്തെല്ലാം പരിപാടി ഉദ്ഘാടനത്തിന് എത്ര സ്നേഹത്തോടുകൂടി നമ്മൾക്ക് ചുറ്റും കുറേ നല്ല മനുഷ്യർ ഉണ്ടല്ലെന്നുള്ളൊരു തോന്നൽ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു അത്ഭുത ലോകത്തേക്ക് എത്തിപ്പെട്ട ഒരു എനിക്ക് എൻ്റെ മക്കളും എൻ്റെ ഭാര്യ സത്യമായിട്ട് ഞാൻ പറയാം, എൻ്റെ അനുഭവം ഈ നിമിഷം വരെ അവർ നമുക്ക് തരുന്ന ഒരു പരിഗണന അത് അവർ സ്വാഭാവികമായിട്ടും പ്രകടിപ്പിക്കുക. അപ്പം നമുക്ക് കുറേ നല്ല മനുഷ്യർ നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സുഖമല്ലേ? തീർച്ചയായും അത് ഞാൻ അനുഭവിക്കുന്നത്. തീർച്ചയായും. എന്തായാലും ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും കാണാം. നമസ്കാരം. താങ്ക് യു സോ മച്ച്. യു വിൽ മീറ്റ് അഗെയിൻ.